നമസ്തേ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് മരണം നടന്നു കഴിഞ്ഞാൽ ഒരു കുടുംബത്തിൽ എത്ര ദിവസമാണ് പുല കണക്കാക്കേണ്ടത് എന്നതിനെക്കുറിച്ചും പുലയുള്ളപ്പോൾ ചെയ്യുവാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെ എന്നതിനെക്കുറിച്ചുമാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ജനിച്ചാൽ മരണമുണ്ട് എന്ന തത്വം എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ ഒരു കുടുംബത്തിലെ ഒരു അംഗം മരിക്കുമ്പോൾ ആ കുടുംബത്തിലുള്ളവർക്ക് തീർച്ചയായും പുലവാലായ്മ ഉണ്ടാകും. ഈ അശുദ്ധി 10 ദിവസമാണ് നിലനിൽക്കുന്നതെന്ന അഭിപ്രായമുണ്ട്. എന്നാൽ ചില സമുദായങ്ങളിൽ, അതായത് ബ്രാഹ്മണന് 10, ക്ഷത്രിയന് 11, വൈശ്യന് 10, അമ്പലവാസികൾക്ക് 12, ശൂദ്രന് 15 ദിവസവുമാണ് പുല. മരിച്ചയാളിൻ്റെ പ്രായമനുസരിച്ച് അശുദ്ധികാലത്തിന് വ്യത്യാസമുണ്ട്. പല്ലുമുളയ്ക്കാത്ത ശിശു മരിച്ചാൽ കുളിക്കുന്നത് വരെ മാത്രമാണ് അശുദ്ധി. 1 വയസ്സിനകത്ത് കുട്ടി മരിച്ചാൽ 1 രാത്രി കഴിയുന്നതുവരെയും, 16 വയസ്സുവരെയുള്ള ആൺകുട്ടിയോ ഋതുവാകാത്ത പെൺകുട്ടിയോ മരിച്ചാൽ 3 രാത്രി കഴിയുന്നതുവരെയും, അതിനു മുകളിലുള്ളവർ മരിച്ചാൽ 10 രാത്രി കഴിയുന്നതുവരെയുമാണ് അശുദ്ധി. ഓരോ സമുദായത്തിൽപ്പെട്ടവർക്കും പുല കഴിഞ്ഞാൽ ക്ഷേത്രത്തിൽ നിന്നും പുണ്യജലം വാങ്ങി തളിച്ച ശേഷം ശുദ്ധിയോടെ ക്ഷേത്രത്തിൽ പ്രവേശിക്കാവുന്നതാണ്. പുലയുള്ളപ്പോൾ ചെയ്യുവാൻ പാടില്ലാത്ത കാര്യങ്ങൾ: എഴുന്നേറ്റ് ചെന്ന് ഒരാളെ എതിരേൽക്കുക, അഭിവാദം ചെയ്യുക, ആശീർവദിക്കുക, ദേവപൂജ, ജപം, ഹോമം, സന്ധ്യാവന്ദനം, വിപ്രഭോജനം, വ്രതാചരണം ഇവയൊന്നും പാടില്ലാത്തതാകുന്നു. കട്ടിലിൽ കിടന്ന് ഉറങ്ങുക, ആലിംഗനം ചെയ്യുക എന്നിവയൊന്നും പാടില്ല. വ്രതം തുടങ്ങിയവ അനുഷ്ഠിച്ചാൽ മുമ്പ് ചെയ്തിട്ടുള്ള പുണ്യകർമ്മങ്ങളുടെ ഫലം നഷ്ടമാകും. മരണം സംഭവിച്ച വീട്ടിൽ മരണത്തിനു മുമ്പ് തയ്യാറാക്കിയ അന്നം ഭക്ഷിക്കാവുന്നതാണ്. ഇക്കാലത്ത് ദാനം കൊടുക്കുന്നതും പുലയുണ്ടെന്നറിഞ്ഞ് ദാനം വാങ്ങുന്നതും ദോഷമാണ്. അതുപോലെ ബ്രാഹ്മണഭോജനവും മത്സ്യം, മാംസം, മദ്യം എന്നിവയുടെ ഉപയോഗവും മൈഥുനവും പുലയുള്ള കാലത്ത് ഇവ വർജിക്കേണ്ടതാണ്. പുലയുള്ളപ്പോൾ പിതൃക്രിയകൾ ചെയ്യുന്നതിന് ഈറൻ വസ്ത്രം ധരിച്ചുകൊണ്ടാകണം. അശുദ്ധിക്കാലം തീരുന്നതിനു ശേഷം അലക്കി ശുദ്ധമാക്കിയ വസ്ത്രം ധരിച്ചുകൊണ്ട് വേണം ഇവ നിർവഹിക്കുവാൻ. പിതൃകർമ്മങ്ങൾക്ക് രക്ഷാദീപം കത്തിക്കുന്നത് എള്ളെണ്ണ ഉപയോഗിച്ചാകണം. ഇടതുകാലുമൊട്ട് നിലത്തൂന്നിയിരുന്നു കൊണ്ടുവേണം പിതൃകർമ്മങ്ങൾ ചെയ്യേണ്ടത്. ക്ഷേത്രങ്ങളിലും ദൈവിക കാര്യങ്ങൾക്കും മംഗളകാര്യങ്ങൾക്കും പ്രദക്ഷിണം വയ്ക്കുന്നത് പ്രദക്ഷിണമായിട്ട് വേണം. എന്നാൽ പിതൃക്രിയകളിൽ അപ്രദക്ഷിണമായിരിക്കണം. ശ്രാദ്ധത്തിന് ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് മുമ്പുള്ള സമയമാണ് ഉത്തമം. അസ്ഥിസഞ്ചയന ശ്രാദ്ധവും ദശാഹബലികളും രാവിലെയാണ് ചെയ്യേണ്ടത്. പിതൃകർമ്മങ്ങളിൽ പിണ്ടം തുടങ്ങിയവ വലതു കൈ കൊണ്ട് നൽകുമ്പോൾ ഇടതു കൈ കൊണ്ട് വലതു കൈയെ തൊടേണ്ടതാണ്. ബലിച്ചോറ് പാകം ചെയ്യുന്നതിന് ഇരുമ്പ് പാത്രങ്ങൾ ഉപയോഗിക്കരുത്. ചെമ്പ്, ഓടുപാത്രങ്ങൾ ഉത്തമമാകുന്നു. മൺപാത്രമാണെങ്കിൽ അത് പുതിയതായിരിക്കണം. ബലിച്ചോറ്, എള്ള്, കദളിപ്പഴം എന്നിവ ചേർക്കുന്നത് നന്ന്. തേൻ ചേർക്കുന്നത് കൂടുതൽ വിശേഷവുമാണ്. വറുത്ത ഉണക്കലരി പൊടിച്ച് ശർക്കരയും എള്ളുമായി ചേർത്ത് തയ്യാറാക്കിയ അരിയുണ്ട, കട്ടിപ്പായസം, പാൽപ്പായസം എന്നിവയും ബലിച്ചോറിന് പകരമായി നൽകാം. ഉണക്കലരി, എള്ള്, പശുവിൻ നെയ്യ്, തേൻ, കദളിപ്പഴം, ശർക്കര എന്നിവയും ഉപയോഗിക്കാവുന്നതാണ്. എള്ളു ചേർക്കണമെന്ന് നിർബന്ധമാണ്. ദശാഹബലിയിൽ ആദ്യ ദിവസം നൽകിയ പിണ്ടം തന്നെ തുടർന്നുള്ള ദിനങ്ങളിലും നൽകണം.